ഞങ്ങളും ഞങ്ങളുടെ പ്രിയപ്പെട്ട അമ്മച്ചിയും എല്ലാവരും ഒത്ത് സന്തോഷത്തോടെയും കൊച്ചു കൊച്ചു വഴക്കുകളോടെയും കളിച്ചിരികളോടെയും ഒക്കെയായി ജീവിച്ചിരുന്ന മനോഹരമായ ഭവനമാണിത്. ഏതൊരു കുഞ്ഞും ആദ്യം ഉരുവിടാൻ പഠിക്കുന്നത് അമ്മ എന്ന വാക്കാണ്. ആദ്യമായി ഉരുവിടാൻ അതിനേക്കാൾ ഹൃദ്യമായ ഒരു വാക്കുണ്ടെന്ന് തോന്നുന്നില്ല. അതുപോലെ ഏതൊരു സ്ത്രീയും മഹത്വവൽക്കരിക്കപ്പെടുന്നത് ആ കുഞ്ഞു വിളിയിലാണ്. ആ വിളി അമ്മയുടെ ലോകത്തെ ചുരുക്കി ആ കുഞ്ഞിൻ്റെ ചുറ്റുമാക്കുന്നു. അമ്മ ജീവിതത്തിലെ നമ്മുടെ ആദ്യ ഗുരുവും അവസാന ശ്വാസം വരെ നമ്മെ കാത്തു സൂക്ഷിക്കുന്ന ദൈവത്തിൻ്റെ ജീവനുള്ള രൂപവുമാണ്. അങ്ങനെ ആയിരുന്ന ഞങ്ങളുടെ അമ്മച്ചിയുടെ 25ാം ചരമവാർഷികമാണിന്ന്. അതെ, മാർച്ച് 17, 2026. പഠിച്ച് ഒരു ടീച്ചറാകണമെന്ന ലക്ഷ്യത്തോടെ ഉത്സാഹിച്ച് പഠിച്ചുകൊണ്ടിരുന്ന അമ്മച്ചിയുടെ ചാച്ചൻ സ്വന്തം സുഹൃത്തിൻ്റെ മകന് വിവാഹം ആലോചിക്കുന്ന സമയത്ത് വെറും 16ാം വയസ്സിൽ അമ്മച്ചി 11ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ കിഴക്കാരക്കാട്ട് കുഞ്ഞുവർക്കിയുടെ ജീവിത സഖിയായി കുടുംബജീവിതത്തിലേക്ക് പ്രവേശിപ്പിച്ചു. 18ാമത്തെ വയസ്സിൽ അമ്മയായി. വിവാഹത്തിന് ശേഷം അപ്പച്ചൻ്റെ വല്യപ്പനെയും വല്യമ്മച്ചിയെയും നോക്കാനുള്ള ഉത്തരവാദിത്വം അമ്മച്ചിക്ക് കിട്ടി. അതെല്ലാം അമ്മച്ചി വളരെ നല്ല രീതിയിൽ ചെയ്തു തീർത്തു. മാതാപിതാക്കളെ ബഹുമാനിക്കുവാനും അവരെ സ്നേഹിക്കുവാനും പഠിപ്പിക്കുകയായിരുന്നു ഞങ്ങളുടെ അമ്മച്ചി. അനിപേക്ഷിതമായ സംഭവങ്ങൾക്ക് ശേഷം കുഞ്ഞുവർക്കിയുടെ കുടുംബത്തിന് മലബാർ പ്രദേശമായ കുമ്പാരയിലേക്ക് പോകേണ്ടി വന്നു. യാതൊരുവിധ യാത്രാ സൗകര്യങ്ങളും ഇല്ലാതിരുന്ന ആ കാലഘട്ടത്തിൽ കുഞ്ഞുങ്ങളുടെ കൈപിടിച്ച് അമ്മച്ചി മനോധൈര്യത്തോടെ ആരംഭിച്ചത് അതിജീവനത്തിൻ്റെ നാളുകളായിരുന്നു. 4 പെൺമക്കളും 2 ആൺമക്കളും 6 ജീവനുകൾ. അവരുടെ വിശപ്പും പഠനവും സ്വപ്നങ്ങളും എല്ലാം അമ്മച്ചിയുടെ നെഞ്ചിലായിരുന്നു. പെൺമക്കളെ പഠിപ്പിച്ചിട്ട് യാതൊരു കാര്യവുമില്ല എന്ന് പലരും അമ്മച്ചിയെ ഉപദേശിച്ചെങ്കിലും 6 മക്കളെയും, പ്രത്യേകിച്ച് തൻ്റെ പെൺമക്കളെ എല്ലാവരെയും നല്ല രീതിയിൽ പഠിപ്പിക്കണമെന്നത് അമ്മച്ചിക്കൊരു വാശിയായിരുന്നു. പെൺമക്കൾ യാതൊരു കാരണവശാലും ജീവിതത്തിൽ ബുദ്ധിമുട്ടരുത് എന്നതായിരുന്നു അമ്മച്ചിയുടെ സ്വപ്നം. അമ്മച്ചിയുടെ ആ നിശ്ചയദാർഢ്യത്തിന് അപ്പച്ചൻ ഒരിക്കലും എതിര് നിന്നിട്ടില്ല. മക്കളെ പഠിപ്പിക്കുന്ന കാര്യത്തിൽ അപ്പച്ചൻ പൂർണ്ണ പിന്തുണ നൽകി. ജീവിതപാതയിൽ അമ്മച്ചിക്ക് ഭീകരമായ കഷ്ടപ്പാടുകളും യാതനകളും ഉണ്ടായിരുന്നെങ്കിലും പലപ്പോഴും തളർന്നു പോകുമെന്ന് തോന്നിയപ്പോൾ മക്കളുടെ മുഖം കാണുമ്പോൾ കൂടുതൽ ശക്തി ആർജിച്ച് എല്ലാം മറന്ന് 6 മക്കളെയും ഒരുമിച്ച് നിർത്തി മുന്നോട്ട് നയിച്ചു. ഞങ്ങളെ പഠിപ്പിക്കുന്നതിനായി സ്വന്തം സഹോദരങ്ങളോട് അപേക്ഷിച്ചു. പഠന സ്ഥാപനങ്ങൾ ദൂരെ ആയതിനാൽ ബന്ധുവീടുകളിൽ നിർത്തി. ഇങ്ങനെയൊക്കെ ആയിരുന്നെങ്കിലും വിദ്യാഭ്യാസത്തിനോ മരുന്ന് വാങ്ങുന്നതിനോ സഹായത്തിനു വേണ്ടി ആരെങ്കിലും അമ്മച്ചിയെ സമീപിച്ചാൽ കയ്യിൽ മറ്റാവശ്യങ്ങൾക്കായി സൂക്ഷിച്ചു വെക്കുന്ന കൊച്ചു കൊച്ചു പൈസ പോലും അവർക്ക് നൽകി അവരെയും ചേർത്ത് പിടിച്ചിരുന്ന ധീരയായ മാതൃത്വത്തിൻ്റെ ഉദാത്ത എക്സ്പീരിയൻസ് കാണിച്ചു തന്ന നല്ല ലീഡർഷിപ്പ് ക്വാളിറ്റിയുള്ള അമ്മയായിരുന്നു ഞങ്ങളുടെ അമ്മച്ചി. കൂമ്പാറയിൽ നിന്നും കക്കാടിന് ഗതാഗത സൗകര്യങ്ങൾ വളരെ കുറവായിരുന്നു. 1-2 ജീപ്പുകളും മാത്രമായിരുന്നു സർവീസ് നടത്തിക്കൊണ്ടിരുന്നത്. ഞാൻ ഓർക്കുന്നത്, ഒരു ദിവസം തൊടുപുഴ പോയിട്ട് രാത്രി 12 മണിയുടെ ബസ്സിന് വന്നിട്ട് ഛർദ്ദിച്ച് അവശയായി നേരം വെളുക്കുന്നോടം വരെ അവിടെ ചിലമ്പിക്കുന്ന ജോസേട്ടൻ്റെ കടയുടെ തിണ്ണയിലിരുന്നതാണ്. രാവിലെ 7 മണിക്കത്ത് ഫസ്റ്റ് ജീപ്പ് വരുമ്പോൾ നല്ല തിരക്കായിരിക്കും. അതിൽ കയറി വേണമെന്ന് കക്കാടമ്പലിന് പോകാൻ. ക്ഷീണിച്ച് അവശയായി കക്കാടമ്പലിൽ വീട്ടിലെത്തി കഴിയുമ്പോൾ സ്വന്തം ആരോഗ്യം പോലും നോക്കാണ്ട്, അന്നൊക്കെ പാലിനായിട്ട് കുറേ പശുക്കളെയൊക്കെ വളർത്തുന്നുണ്ടായിരുന്നു. അവർക്ക് പുല്ല് എത്താനും ഒക്കെ ആയിട്ട് അമ്മച്ചി ആരോടും ഒരു പരാതിയില്ലാണ്ട് അതൊക്കെ ചെയ്ത് സ്വന്തം ക്ഷീണം പോലും നോക്കാണ്ട് ജീവിച്ചു പോകുന്നു. ഇങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് ജീവിക്കുമ്പോഴും അമ്മച്ചിക്ക് ഉറപ്പുണ്ടായിരുന്നു, നാളെ ഈ 6 മക്കളെയും കുറിച്ച് അഭിമാനിക്കുന്ന ഒരമ്മയായിരിക്കും അമ്മച്ചിയെന്ന്. ഇന്ന് ഈ കഥകൾ ഓർക്കുമ്പോൾ കണ്ണുകളിൽ വർഷങ്ങളായി ഒളിപ്പിച്ച കണ്ണുനീർ താനെ നിറയുന്നു. അമ്മയുടെ സ്വപ്നം സഫലമായി. 6 മക്കളും വിദ്യാഭ്യാസം നേടി. 2 പേർ PhD നേടി. മറ്റുള്ളവർ ബിരുദാനന്തര ബിരുദവും പൂർത്തിയാക്കി. എല്ലാവർക്കും അനുയോജ്യരായ ജീവിത പങ്കാളികളെ കണ്ടുപിടിച്ച് ജീവിതം നൽകി. ഇന്ന് എല്ലാവരും സന്തോഷകരമായി കുടുംബജീവിതം നയിക്കുന്നു.
അതിനുള്ള മുഴുവൻ ക്രെഡിറ്റും ഞങ്ങളുടെ അമ്മച്ചിക്കും അപ്പച്ചനും മാത്രമുള്ളതാണ്. ഞങ്ങളുടെ ആരുടെയും കഴിവല്ല അത് എന്നുറച്ചു വിശ്വസിക്കുന്നു ഞങ്ങൾ. ഈ ലോക ജീവിതത്തിൻ്റെ ചതിക്കുഴികളിലും കെണികളിലും ഒന്നും മക്കൾ വീണുപോകാതിരിക്കാൻ ഉണർന്നിരുന്നു പ്രാർത്ഥിച്ചിരുന്നു അമ്മച്ചി. വിനയവും സ്ഥിരോത്സാഹവും ഉണ്ടെങ്കിൽ മാത്രമേ ജീവിതത്തിൽ ഉയരാനാവൂ എന്ന് പറഞ്ഞു തന്നിരുന്നു. മക്കളും കൊച്ചുമക്കളുമൊക്കെ ജീവിതത്തിൻ്റെ വിജയപടവുകൾ ഓരോന്നായി കയറുമ്പോഴും സ്വർഗീയ ഭവനത്തിൽ സ്വർഗീയ പിതാവിനോടൊപ്പം എല്ലാവർക്കും വേണ്ടി മധ്യസ്ഥം വഹിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്നും ഞങ്ങളുടെ അമ്മച്ചി. പ്രിയപ്പെട്ട അമ്മച്ചി, മറവിയുടെ കൂരിരുളിൽ ഒളിപ്പിക്കാനാകാതെ നീ മൗനത്തിന്റെ ശൂന്യതയിലേക്ക് ഊളിയിട്ടല്ലോ. നിന്റെ ആത്മരോദനത്തിന്റെ കനൽ ചീളുകൾ കവിതകളായി പൂക്കളായി കണ്ടുതീരാത്ത കാഴ്ച പോലെ ഇപ്പോഴും മനസ്സിൽ പ്രതിധ്വനിക്കുന്നു. അമ്മച്ചി, ഞങ്ങളുടെ ഹൃദയം മുറിച്ചെടുത്ത വേദന തന്നെയാണ് എന്നും അമ്മച്ചിയുടെ വേർപാട്. മറവിയുടെ മൂടുപടം ശരീരമാസകലം മൂടിയപ്പോഴും അമ്മച്ചി ഓർത്തെടുത്ത മുഖം പ്രിയപ്പെട്ട അപ്പക്കുട്ടൻ്റേതായിരുന്നു. മക്കളെക്കാളേറെ കൊച്ചുമക്കളെ സ്നേഹിച്ചതിൻ്റെ പൊരുൾ ഇപ്പോൾ ഞാനും മനസ്സിലാക്കുന്നു. അപ്പുവിനും മാളുവിനും ചിത്തിരിക്കും ടോണിക്കും കുട്ടുവിനും കിട്ടിയ ആ സ്നേഹം മറ്റൊരു കൊച്ചുമക്കൾക്കും അനുഭവിക്കാൻ പറ്റിയില്ലല്ലോ. കണ്ണീരോടെ അല്ലാതെ ഓർക്കാൻ പറ്റില്ല ആ നിമിഷങ്ങൾ. ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ അമ്മച്ചിയുടെയും അപ്പച്ചൻ്റെയും മക്കളായും കൊച്ചുമക്കളായും വീണ്ടും ഒരുമിക്കാൻ ഭാഗ്യമുണ്ടാകട്ടെ. ജീവിതം വെല്ലുവിളികളുടെ ഒരു ഘോഷയാത്രയായിരുന്നപ്പോഴും വിജയം കേവലം ഭാഗ്യമോ കാത്തിരിപ്പോ അല്ല, തളരാത്ത പരിശ്രമവും തോൽക്കാനുള്ള മനസ്സില്ലായ്മയും ആണെന്ന് ജീവിതം കൊണ്ട് ജീവിതത്തെ പഠിപ്പിച്ച ഒരമ്മയായിരുന്നു ഞങ്ങളുടെ അമ്മച്ചി. വിധിയുടെ ഏതൊരു പരീക്ഷയിലും മനസ്സിൽ നന്മയുടെയും സ്നേഹത്തിൻ്റെയും ദൈവനാളം തെളിച്ചുകൊണ്ട് വേളാങ്കണ്ണി മാതാവിനോടുള്ള ഭക്തിയിൽ ആശ്രയിച്ച് തനിക്ക് നേടാനാകാത്തവ മക്കളിലൂടെ നേടാനെടുത്തെത്തിയപ്പോൾ അകാലത്തിൽ വെറും 58-ാം വയസ്സിൽ വൈദ്യശാസ്ത്രത്തിന് പോലും രക്ഷിക്കാനാവാത്ത മാരകമായ രോഗത്താൽ വിധിക്ക് കീഴടങ്ങേണ്ടി വന്നെങ്കിലും ഞങ്ങൾ 6 മക്കളുടെയും കുഞ്ഞുമക്കളുടെയും മനസ്സിൽ പ്രകാശനാളമായി ഇന്നും ജീവിക്കുന്നു. ഇനി അമ്മച്ചിയെ നേരിട്ട് കാണാനാവില്ലെങ്കിലും അമ്മച്ചിയുടെ ത്യാഗം ഞങ്ങളുടെ ജീവിതങ്ങളിലൂടെയാണ് ഇന്നും ജീവിക്കുന്നത്. അമ്മച്ചി ഞങ്ങൾക്കൊരു ഓർമ്മയല്ല, ഒരു ശക്തിയാണ്.